സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. സുഖമായിരിക്കുന്നോ? യേശുക്രിസ്തുവിന്റെ ദയയാൽ, അവന്റെ കൃപയാൽ ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് നമുക്ക് വരുവാൻ സാധിച്ചു. പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നിമിഷം നിന്ന് പരിശോധിക്കുന്നത്, ഇതുവരെ നാം എന്തൊക്കെ സാധിച്ചു, നാം എന്തെല്ലാം നേടി, എന്തെല്ലാം ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്, പരിശോധിക്കുന്നത് എത്രയോ നല്ലതാണ്. ഏതോ ദൈവം നമുക്കൊരു പുതിയ വർഷം തന്ന് വീണ്ടും നമുക്ക് പഴയ പോലെ ജീവിച്ച് മുൻപോട്ട് പോകാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്, അജ്ഞാനമാണ്. നമ്മൾ അജ്ഞാനികളായിരിക്കാതെ ജ്ഞാനികളെപ്പോലെ സമയം തക്കത്തിന് ഉപയോഗിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടതെന്തും നമുക്ക് തിരിച്ചെടുക്കുവാൻ കഴിയും. എന്നാൽ നഷ്ടപ്പെട്ട സമയത്തെ മാത്രം നമുക്ക് തിരിച്ചെടുക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഓരോ നിമിഷവും നിങ്ങൾ ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഈ ലോകത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിയാണെന്ന് ഒരു തവണ പരീക്ഷിച്ചു നോക്കുവാൻ ഇടയായി. ആ സമയത്ത് പല തരത്തിലുള്ള വിഡ്ഢികളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. എന്നാൽ അതിൽ ഏറ്റവും വലിയ വിഡ്ഢി ആരാണെന്ന് ചോദിച്ചാൽ, വെറുതെ ഇരുന്ന് സമയം ചിലവഴിക്കുന്ന വ്യക്തികൾ ഏറ്റവും വലിയ വിഡ്ഢികളായിട്ട്, വെറുതെ സമയം ചിലവഴിച്ചിട്ട് അജ്ഞാനികളായിട്ട് വലിയ ബുദ്ധിഹീനരായി ജീവിക്കുകയാണ് എന്നുള്ളതായ കാര്യം കണ്ടുപിടിക്കാനിടയായി. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത്, പ്രയോജനകരമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ജീവിതം നൽകിയത്, ആയുസ് നൽകിയത്. ഈ വർഷാവസാനം നാം നിന്നിട്ട് ചിന്തിക്കേണ്ടതാണ് നമ്മെക്കുറിച്ച്. നാം ചെയ്യുവാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞോ? നമുക്ക് സാധ്യമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? പ്രയോജനകരമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിച്ചോ എന്ന് നാം പരിശീലിക്കുന്നത് എത്രയോ അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞുപോയ ഒരു നിമിഷം പോലും നമുക്ക് തിരിച്ച് നേടുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഓരോ വർഷവും നമുക്ക് ദൈവം ഒരു കരുണയുടെ കിരീടമായിട്ടാണ് നൽകുന്നത്. ഓരോ നിമിഷവും നാം വിലയേറിയതായി ദൈവത്തിന് മുൻപിൽ ഉപയോഗിക്കേണ്ടതാണ്, മഹത്വപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് ഈ വർഷത്തിന്റെ അവസാനമായിരിക്കുന്ന നമ്മെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ട് കർത്താവിന്റെ ഹിതമനുസരിച്ച്, പദ്ധതി അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ്. നമ്മെ അതിനുവേണ്ടി ഒരുക്കേണ്ടതാണ്. രോഗത്താൽ, വിഷമത്താൽ, ഞെരുക്കത്താൽ, കഷ്ടതയാൽ അങ്ങനെ ഒരു പുതുവർഷത്തിൽ കൂടെ നാം പ്രവേശിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും നമുക്ക് ഇല്ല. എത്ര പുതിയ വർഷങ്ങൾ വന്നാലും പുതിയ ഹൃദയം നമുക്കില്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലായല്ലോ. അതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മെ തന്നെ നമുക്ക് നേരെയാക്കാം. പുതിയൊരു ഹൃദയം നമുക്ക് സ്വീകരിക്കാം. പുതിയ ഹൃദയവും പുതിയ സ്വഭാവവും നമുക്ക് ദൈവം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കാൻ അത് സ്വീകരിച്ചുകൊണ്ട് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ നമുക്ക് കർത്താവിന് മുൻപിൽ അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ കഴിയും. അപ്പോൾ ഈ ദിവസം ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഒരുക്കമായിരിക്കുന്നു. 90-ാം സങ്കീർത്തനം അതിന്റെ 12-ാം വാക്യം വായിക്കാം. ശ്രദ്ധിക്കൂ. ഞങ്ങൾക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന മോശ പറയുകയാണ്. എല്ലാ സങ്കീർത്തനവും ദാവീദല്ല എഴുതിയിരിക്കുന്നത്. ചില സങ്കീർത്തനങ്ങൾ മറ്റുള്ളവരും എഴുതിയിട്ടുണ്ട്. ഈ 90-ാം സങ്കീർത്തനം മോശയാണ് എഴുതിയിരിക്കുന്നത്. അവൻ്റെ പ്രാർത്ഥന ആണെന്നാണ്. മോശ എന്ന ആ വലിയ ദൈവദാസൻ 120 വർഷക്കാലം ജീവിച്ചിരുന്നു. മോശയുടെ ജീവിതത്തെക്കുറിച്ചുണ്ടായിരുന്ന എല്ലാ പദ്ധതികളും ദൈവം നിറവേറ്റുവാനും ഇടയായി. ഇവിടെ പറയുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. നോക്കൂ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നതായ നാം എന്തെല്ലാം ചെയ്തു എന്നത് ഒരു തവണ നാം ഓർക്കേണ്ടതാണ്. ഇത്രയും ദിവസങ്ങൾ, ഇത്രയും മണിക്കൂറുകൾ, ഇത്രയും നിമിഷങ്ങൾ ദൈവം നമുക്ക് ഒരു വർഷത്തിൽ നൽകുന്ന കാര്യങ്ങളാണ്. ഓരോ നിമിഷവും നാം ശ്രദ്ധയോടെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഈ വർഷത്തിൽ ചെയ്യുവാൻ കഴിയും. എന്നാൽ ഈ വർഷത്തിൻ്റെ അന്ത്യത്തിലെത്തിയിരിക്കുന്ന നാം, ഈ കഴിഞ്ഞ വർഷം എനിക്ക് ജീവിതത്തിൽ വളരെ നിരാശയായിരുന്നു, ഈ വർഷം എനിക്കൊന്നും നേടുവാൻ സാധിക്കുകയുണ്ടായിരുന്നില്ല, എനിക്ക് ഒരുപാട് പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ നടുവിലുണ്ട്. പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ശരിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നാം സാധിക്കുന്നത് എന്താണെന്ന് നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിരാശ ഉണ്ടാകുവാൻ വളരെ സാധ്യത ഉണ്ട്. നോക്കൂ, ഇതിനു മുൻപ് ഓരോ വ്യക്തികളും ഓരോ ഡയറി സൂക്ഷിക്കുമായിരുന്നു. അതായത് ഓരോ ദിവസത്തെയും അവരുടെ കാര്യങ്ങൾ അവർ എഴുതി സൂക്ഷിക്കാറുണ്ടായിരുന്നു. ഈ കാലത്ത് ആർക്കും എഴുതുവാൻ സമയമില്ല. ഇരുന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുവാൻ പോലും സമയമില്ലാത്തവണ്ണം ബിസി ആയിരിക്കുകയാണ്.
ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് എന്തൊക്കെ നേടുവാൻ സാധിച്ചു എന്നവർ ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് അവർ വ്യക്തമായി ആലോചിക്കുന്നില്ല. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുവാൻ സമയം ഇല്ലാത്തവരായിട്ട് ഈ ലോകത്തിലെ ആളുകൾ മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭക്തനായ മോശ പറയുന്നത്, ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഹൃദയം നൽകണം, ഞങ്ങളുടെ ദിവസങ്ങളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണം, ഞങ്ങൾക്ക് എന്ത് നേടുവാൻ കഴിഞ്ഞു, എന്ത് സാധിക്കുവാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയുള്ള സമയം, ജ്ഞാനമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമെന്ന് അവൻ പറയുന്നു. ശ്രദ്ധിക്കൂ, എന്ത് സാധിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഈ വർഷം എത്രയോ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനിടയായി, എത്രയോ കഷ്ടതയും ബുദ്ധിമുട്ടും നാം അനുഭവിക്കാനിടയായി. ഈ വർഷം ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല, ഞങ്ങളുടെ ജീവിതത്തെ പ്രതികൂലവും ബുദ്ധിമുട്ടും കഷ്ടങ്ങളും വന്നെന്ന് പറയുന്നവരുണ്ട്. ഇതാ പ്രളയം വന്നു, പ്രകൃതി ദുരന്തങ്ങൾ വന്നു, ക്ഷാമം വന്നു, അതുകൊണ്ട് ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ആലോചിച്ച പോലെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നവരും ഉണ്ട്. നോക്കൂ, നിങ്ങൾ ഒരു ദിവസം സാധിക്കാത്ത വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ വ്യസനിക്കുന്നു എന്നുണ്ടെങ്കിൽ രണ്ടാം ദിവസം അത് സാധിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കുന്നുവെങ്കിൽ അത് എത്ര ഭാഗ്യമാണ്. ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്? ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. നോക്കൂ, ഒരു മനുഷ്യന്റെ ജീവിതം ഈ ലോകത്തിൽ എത്ര വർഷങ്ങളുണ്ടെന്നാണ്. അതാണ് മോശ പറയുന്നത്, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. എന്താണ് പറയുന്നത്? ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരമാണ്, അധികമായാൽ ഒരു 80 സംവത്സരം. അതിന്റെ പ്രതാപം ദുഃഖവും പ്രയാസവും അത്രേ, അത് വേഗം തീർന്നു പോവുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുമെന്ന് പറയുന്നു. അതെ, മനുഷ്യന്റെ ആയുസ് 70 വർഷമാണ്. ആ 70 വർഷത്തിനും ഒരു ഗ്യാരണ്ടിയുമില്ല. നാം എപ്പോൾ എങ്ങനെ മരിച്ചു പോകുമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, സങ്കീർത്തനം 39 4 വാക്യം, യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ്സു എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. നിങ്ങളെപ്പോഴെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥന ചെയ്തിട്ടുണ്ടോ? എൻ്റെ അവസാനത്തെയും അതുപോലെ എൻ്റെ ആയുസ്സു എത്ര എന്നതും എന്നെ അറിയിക്കുമാറാകണമേ. ഞാൻ എത്ര വർഷക്കാലം ജീവിച്ചിരിക്കും, എൻ്റെ അവസാനം എങ്ങനെയാണ് എന്ന് കർത്താവിൻ്റെ അടുക്കൽ എത്ര പേർ അപേക്ഷിക്കാറുണ്ട്? അല്ലെങ്കിൽ ജീവിക്കുന്ന കാലം അത്രയും കർത്താവെ നിന്റെ സാക്ഷിയായി ജീവിക്കണമെന്ന് എത്ര ആളുകൾ തീരുമാനമെടുക്കാറുണ്ട്? വീണ്ടും ഒരു പുതിയ വർഷം വന്നിരിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ പലതും ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കും? ഈ പുതിയ വർഷത്തിൽ എനിക്ക് പ്രവേശിക്കാൻ കഴിയുമോ? ഈ പുതിയ വർഷത്തിൽ എത്ര നാളുകൾ എനിക്ക് കാണുവാൻ കഴിയും? എൻ്റെ ആയുസ് എത്രയാണ്? എൻ്റെ അവസാനം എങ്ങനെയാവും എന്ന് എത്ര ആളുകൾ പരിശോധിക്കാറുണ്ട്? ആകസ്മികമായി മരിച്ചിട്ട് നിത്യ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ എത്രയോ പേർ ഉണ്ട്. ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എന്നാൽ മരണശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഒരു കാര്യവും അവർ ചെയ്യുന്നതേയില്ല. ഈ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അവസാനം എങ്ങനെയാകും, എൻ്റെ ആയുസ് എത്രയാണെന്ന് എന്നത് എന്നെ അറിയിക്കണമേ. ഈ വർഷത്തിന്റെ അവസാനത്തെത്തിയിരിക്കുന്നതായ നാം നമ്മെക്കുറിച്ച് ആലോചിക്കുക. നമ്മുടെ പ്രായം എത്രയാണ്? അത്രയും വർഷം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. ആ 40 വർഷത്തിൽ, 50 വർഷത്തിൽ, 60 വർഷത്തിൽ നാം എന്താണ് സാധിച്ചത് എന്ന് ഒരു നിമിഷമെങ്കിലും ഇരുന്നിട്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അനേകം ആളുകൾ സമയത്തെ വൃഥാവാക്കി മാറ്റിയിരിക്കുകയാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകൾ, അവർക്ക് കൊടുത്ത കഴിവുകൾ എല്ലാം അവർ വൃഥാവാക്കി കളയുകയാണ്. അവർ സമയത്തെ ചിലവഴിച്ച് വൃഥാവാക്കി കളഞ്ഞിട്ട് ഒന്നും സാധിക്കുവാൻ കഴിയാത്ത വണ്ണമായിരിക്കുന്നു. നിങ്ങളും ഒരുപക്ഷെ ആ ഒരു പരിസ്ഥിതിയിലായിരിക്കുമോ എന്ന് ആലോചിക്കൂ. സമയത്തെ തക്കത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇരുന്നിട്ട് ഞങ്ങളുടെ സമയത്തെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന്, ഞങ്ങളുടെ അവസാനം എങ്ങനെയാണ്, ഞങ്ങളുടെ ആയുസ് എത്ര ക്ഷണികമാണ് എന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്നാൽ കർത്താവെ, നീ തന്നിരിക്കുന്നത് ആയുസ് അത് എങ്ങനെ ഉപയോഗിക്കണം, നിന്റെ ഹിതപ്രകാരം എങ്ങനെ മുൻപോട്ട് പോകണം എന്ന് ചോദിക്കുന്ന വ്യക്തികൾ എത്ര ആളുകളുണ്ട്? ഒരു പുതിയ വർഷം ലഭിച്ചു എന്നതിൽ സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ അവൻ നൽകിയ ഈ പുതിയ വർഷത്തിൽ അവന്റെ ഹൃദയപ്രകാരം, അവന്റെ കൃപയാൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ എത്ര ആളുകളുണ്ട്? അവന്റെ പദ്ധതിയെ മനസ്സിലാക്കിയിട്ട് അതിൻ പ്രകാരം ജീവിച്ച് അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് എത്ര ആളുകൾ ആഗ്രഹിക്കുന്നു? എന്റെ ആയുസ് എത്രയാണെന്ന് എന്നെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയിൽ തന്നെ ദാവീദിന് മറുപടി കിട്ടുകയാണ്. 5 വാക്യത്തിൽ, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാതെ പോലെയായിരിക്കുന്നു. നാം ഏതെങ്കിലും വിഷയത്തിന് യഥാർത്ഥമായി കർത്താവിൻ്റെ മുൻപിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ചോദ്യത്തിനെല്ലാം കർത്താവ് കൃത്യമായ മറുപടി നൽകും.
എൻ്റെ ആയുസ് എത്ര എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ആയുസ് ഇത്ര എന്ന് ദാവീദിന് മനസ്സിലാക്കാനിടയായി. ഇവിടെ പറയുകയാണ്, എൻ്റെ ആയുസ്സിനെ നീ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. അതായത് 4 വിരലിൻ്റെ നീളം. ഈ കാലത്ത് അധികം ആളുകൾ ഈ വാക്ക് ഉപയോഗിക്കുന്നില്ല. എന്നാൽ നാം ഗ്രാമത്തിൽ ചെന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ പദങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത് അറിയാൻ കഴിയും. ഇപ്പോൾ ദൈവം നമ്മുടെ ആയുസ് എത്രയാക്കിയിരിക്കുകയാണ്? അത് തോളല്ല, അത് ഒരു കൈയല്ല, അത് മുഷ്ടിയല്ല, അത് 4 വിരൽ നീളം മാത്രമുള്ളതാക്കിയിരിക്കുകയാണ്. അതാണ് മനുഷ്യന്റെ ആയുസ്. 4 വിരൽ നീളം. ഒരു കൈയിൽ 4 വിരൽ എങ്ങനെയുണ്ട്, അതുപോലെ 4 കാലങ്ങളിൽ നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു. 1 ബാല്യം, 2 കൗമാരം, 3 യൗവനം, 4 വാർദ്ധക്യം. അത്രയുള്ളൂ. ഒരു 12 വർഷക്കാലം നാം ബാല്യത്തിൽ ജീവിക്കുന്നു, പിന്നെ 20 വർഷം കൗമാരത്തിലും 20 വർഷം യൗവനത്തിലും പിന്നെ 20 വർഷം വാർദ്ധക്യത്തിലും ആയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം അവസാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ കാലത്ത് 40 വയസ്സിൽ തന്നെ വൃദ്ധരായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അനേകം രോഗങ്ങൾക്കും അവർ അടിമകളായി തീരുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ ആയുസ്. ഇത്രയുമുള്ള ആയുസ്സിൽ നാം എന്തുകൊണ്ടാണ് ഇത്രയും അഹങ്കരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നാം ആശിക്കുന്നത്? ഒരു ബാലൻ ദൈവത്തിന്റെ കൃപയിൽ വളരുമ്പോൾ കൗമാരത്തിൽ പ്രവേശിക്കുവാൻ ഇടയാകുന്നു. എത്രയോ കൗമാരക്കാർ ഈ ദിവസം ദൈവത്തെ വിട്ടിട്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നുള്ളൂ. എപ്പോഴും അവർക്ക് കൗമാരമുണ്ടെന്നാണോ അവർ വിചാരിച്ചുകൊണ്ടേയിരിക്കുന്നത്? കുറേ നാളുകൾക്കുള്ളിൽ അവർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് യൗവനത്തിൽ ജീവിച്ചിട്ട്, ശരീര ഇച്ഛയ്ക്ക് അനുസരിച്ച് ജീവിച്ചിട്ട് വേദനയോടെ കണ്ണുനീരോടെ ആയിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എത്രയോ ആളുകൾ ഒന്നും ചിന്തിക്കാതെ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് എങ്ങനെ കുടുംബം മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് അറിയുവാൻ കഴിയാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. കുടുംബത്തെ അവർ ഛിന്നഭിന്നമാക്കുകയാണ്. ഇന്നെത്രയോ വാർദ്ധക്യത്തിലുള്ളവർ തങ്ങളുടെ യൗവനക്കാലത്തിൽ അവർ കൊയ്തതിനെ വിതച്ചുകൊണ്ടേയിരിക്കുന്നു. പലതരത്തിലുള്ള രോഗത്താൽ, ആരോഗ്യ പ്രശ്നങ്ങളാൽ അവർ വിഷമിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഏത് പ്രായത്തിലാണെങ്കിലും ഇപ്പോളേ കർത്താവിങ്കിലേക്ക് നിങ്ങൾ തിരിയൂ. ഇപ്പോഴെങ്കിലും നിങ്ങളുടെ ആയുഷ്കാലത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കൂ. ഇപ്പോഴെങ്കിലും പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങൂ. കഴിഞ്ഞ വർഷം സംഭവിച്ച കാര്യങ്ങളെ ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കാതെ പുതിയൊരു ജീവിതം നൽകാൻ കഴിയുന്ന ഒരു കർത്താവുണ്ടെന്ന് മനസ്സിലാക്കൂ. നിങ്ങളുടെ പാപത്തെയും നിങ്ങളുടെ വേദനയെയും രോഗത്തെയും എല്ലാം വിടുവിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പുതിയൊരു വർഷം മാത്രമല്ല, നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകണമെന്ന്, പുതിയ ജീവിതം നൽകണമെന്ന്, അനുഗ്രഹം നൽകണമെന്ന് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പഴയ ജീവിതത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനു വേണ്ടിയാണ് കർത്താവ് കാൽവരി ക്രൂശിൽ ബലിയാഗമായി തീർന്നത്. 3-ാം നാൾ മരണത്തെ ജയിച്ച് എഴുന്നേറ്റതായ കർത്താവ് നമുക്കൊരു പുതിയ ജീവിതം നൽകുന്നതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഈ വർഷാവസാനം എത്തിയിരിക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി, കർത്താവേ, എൻ്റെ ആയുസ് എത്രയാണ്? എൻ്റെ ജീവിതം ഇത്ര ക്ഷണികമാണ്. എൻ്റെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. എത്രയോ സമയങ്ങൾ ഞാൻ വൃഥാവാക്കി കളഞ്ഞു. നിനക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴെങ്കിലും നിന്റെ അനുഗ്രഹത്തോടെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹായം ചെയ്യൂ എന്ന് കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കൂ. ഞങ്ങളുടെ ദിനങ്ങളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണം. ഞങ്ങളുടെ ആയുസ്സിനെ സദ്വിനിയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ ഉപദേശിക്കുമാറാകണമെന്ന് എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിന്റെ കൃപയാൽ പുതിയൊരു വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനിയുമുള്ള സമയങ്ങളിൽ ഈ ലോകപ്രകാരം ഉള്ളതല്ലാതെ, നമ്മുടെ ഇഷ്ടപ്രകാരം ഉള്ളതല്ലാതെ, അജ്ഞാനികളെപ്പോലെ സമയം വൃഥാവാക്കി കളയാതെ കർത്താവിന്റെ സാക്ഷികളായി പ്രയോജനകരമായ ജീവിതം നയിക്കുവാൻ ശ്രമിക്കാം. നമുക്കും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കും അനുഗ്രഹമായി തീരത്തക്കവണ്ണം കർത്താവിന്റെ ഹിതമനുസരിച്ച് മുൻപോട്ട് പോകാൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയിൽ പ്രവേശിക്കുവാൻ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുങ്ങാം. മരണശേഷം പശ്ചാത്തപിക്കുവാൻ നമുക്ക് ഒരു അവസരവും ലഭിക്കുന്നില്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും എല്ലാ മനുഷ്യനും ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഇനിയുമുള്ള സമയങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷികളായി അവന്റെ ഹൃദയപ്രകാരം നമുക്ക് ജീവിക്കാം. കഴിഞ്ഞ വർഷത്തെ എല്ലാ തെറ്റുകളെയും നമുക്ക് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. ഈ വർഷത്തിൽ നാം നേരിട്ടതായ പരാജയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനോട് അപേക്ഷിച്ച് പുതിയ വർഷത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. കഴിഞ്ഞ കാലത്ത് ചെയ്തതായ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവന്റെ ദയയാൽ, അവന്റെ കൃപയാൽ, അവന്റെ സഹായത്താൽ വീണ്ടും ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് അവന്റെ സാക്ഷികളായി ജീവിക്കുവാൻ ശ്രമിക്കാം. എന്നോടൊപ്പം തലകളെ വണക്കൂ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് നിന്റെ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും ദർശിക്കുമാറാകണമേ ദൈവമേ.
ഞങ്ങളുടെ ആയുസ് 4 വിരൽ നീളം മാത്രമാണുള്ളതെന്നും ഞങ്ങൾ വേഗം പറന്നു പോകുമെന്നുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ ദൈവമേ. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഒന്നും സാധിക്കുവാൻ കഴിയാതെ ഞങ്ങളുടെ ജീവിതം വൃഥാവായി പോയിരിക്കുന്നു എന്ന് പറയുന്നവർ ഈ പ്രാർത്ഥനയിൽ ഏകീഭവിച്ചിട്ട് അവരുടെ പരിസ്ഥിതി നിന്നോട് പറയുന്ന വ്യക്തികളെ നീ ദർശിക്കുമാറാകണമേ ദൈവമേ. നഷ്ടപ്പെടുത്തിയതിനെ ഞങ്ങൾക്ക് തിരിച്ചെടുക്കുവാൻ കഴിയില്ല, എന്നാൽ ഞങ്ങൾക്ക് മുൻപിലുള്ള പുതിയ വർഷത്തിൽ ഉപയോഗപ്രദമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. കഴിഞ്ഞ കാലത്ത് ചെയ്തതായ കുറ്റങ്ങളും പാപങ്ങളും വീണ്ടും ചെയ്യാതിരിക്കുന്നതിനായി ആത്മശക്തിയാൽ നിന്റെ ബലത്താൽ ഞങ്ങളെ നിറച്ച് നിന്റെ ഹിതമാണെങ്കിൽ പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നതിനായിട്ട് ഈ പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നീ സഹായിക്കുമാറാകണമെന്ന്. ബാലനാണെങ്കിലും കൗമാരക്കാരനാണെങ്കിലും യുവാവാണെങ്കിലും വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന വ്യക്തിയാണെങ്കിലും തങ്ങളുടെ കുടുംബത്തെ അവരുടെ സ്ഥിതിയെ മനസ്സിലാക്കിയിട്ട് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് നിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണം. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ അവരെല്ലാവരെയും നീ സഹായിക്കുമാറാകണമെന്ന്. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ചിട്ട് ഞങ്ങളെ എല്ലാ പാപത്തിൽ നിന്നും ഞങ്ങളുടെ അശുദ്ധിയിൽ നിന്നുമെല്ലാം വിടുവിച്ച് വീണ്ടും വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന്. നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി ഞങ്ങൾ മാറിയിട്ട് യുഗങ്ങളോളം നിന്നോടൊപ്പം ജീവിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണമെന്ന്, അതുപോലെ ഞങ്ങൾക്കെല്ലാവർക്കും അതിന് കൃപ നൽകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയാണെങ്കിൽ പുതിയൊരു വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ഈ പഴയ വർഷത്തിൽ നാം അനുഭവിച്ചതായ ബുദ്ധിമുട്ടും കഷ്ടതയും രോഗവും ദുഃഖവും ഒന്നും ഇല്ലാതിരിക്കുവാൻ വേണ്ടി കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് യാചിക്കാം. ദൈവം തന്ന ആയുസ്സിനെ വൃഥാവാക്കിക്കൊണ്ട് നമ്മുടെ സമയത്തെ വെറുതെ ചിലവഴിച്ചാൽ ഇപ്പോൾ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ പശ്ചാത്താപത്തോടെ കർത്താവിന്റെ കൃപയിൽ മുന്നേറുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ നമ്മെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഞങ്ങളെ നിങ്ങൾ അറിയിക്കുക. ഫോൺ ചെയ്യുക, കത്തയക്കുക, SMS കൂടിയും ഇമെയിലിൽ കൂടിയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ കഴിയും. കർത്താവിന്റെ സന്നിധി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുത കാര്യങ്ങൾ തീർച്ചയായും ചെയ്യും. ഒരുപാട് ഭാരത്തോടെ ചെയ്യുന്നതായി ഈ ശുശ്രൂഷ അനേക ഭാഷകളിൽ ചാനലുകളിൽ കാൽവറി ദർശനത്തിലൂടെ സംപ്രേഷണം ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമായിരിക്കുന്ന ഈ പ്രോഗ്രാം നിങ്ങളും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്തോത്രകാഴ്ച ഞങ്ങൾക്ക് അയച്ചു തന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രാപിക്കാൻ ശ്രമിക്കൂ. കർത്താവിന്റെ ഹിതമാണെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ